ഇന്ത്യൻ സൈനികർ കലിപ്പിലാണ്. അവർ ഇപ്പോൾ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ 8 മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുകയാണ്. അത് ഛത്തീസ്ഗഡിലാണ്. അമിത്ഷാ 2026 കൂടി തന്നെ മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കുമോ ഇന്ത്യൻ സൈനികർ? തീർച്ചയായിട്ടും. ഇത് സൈനികർ മാത്രമല്ല, ഇതൊരു ക്യാമ്പയിനാണ്. അതായത് ഇതിൻ്റെ കൂടെ CRPF ഉണ്ട്, കോബ്ര യൂണിറ്റ്, അവരുടെ തന്നെ എലീറ്റ് യൂണിറ്റ് ആയിട്ടുള്ള കോബ്ര യൂണിറ്റ്, പ്രത്യേക പരിശീലനം കിട്ടിയവരെ. അതുപോലെ തന്നെ ജില്ല എന്ന് പറയുന്നത് ബീജാപ്പൂർ ജില്ലയാണ്. ആ ബീജാപ്പൂർ ജില്ലയിൽ ഡിസ്ട്രിക്റ്റ് റിസർവ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് അപകടം പിടിച്ച ജില്ലയെ ബീജാപ്പൂർ പറയാൻ ഞാനത്. അതുപോലെ തന്നെ അവിടുത്തെ സംസ്ഥാന പോലീസിലെ യൂണിറ്റ്, സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് ഉണ്ട് ഇവരെ കൈകാര്യം ചെയ്യാൻ. ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു നീക്കമാണ് നടന്നിരിക്കുന്നത്. 8 മാവോയിസ്റ്റുകളെ അവിടെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞു, എലിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എന്നു വെച്ചാൽ ഈ ബീജാപ്പൂർ എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ തരത്തിലുള്ള അധിനിവേശമുള്ള ഒരു സ്ഥലമാണ്. അധിനിവേശം തന്നെയാണ്, പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് അവർ. കാരണം എന്താ, അവിടെ ഉണ്ടായിരുന്ന നേരത്തെയുള്ള ആദിവാസികളെന്ന് പറയുന്നത് പട്ടിണിയും പരിവട്ടവുമായിട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ മാവോവാദികൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സമത്വസുന്ദരമായൊരു നാളെ ഞങ്ങൾ തരാം, ഈ അധികാര കേന്ദ്രങ്ങളെയെല്ലാം നശിപ്പിച്ചുകൊണ്ട്, എന്നാൽ പിന്നെ അങ്ങനെ നോക്കാം, അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടുവാൻ കൈവിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം എന്നവർ മോഹിച്ചു പോയി. അതുകൊണ്ട് ഇവർക്ക് ഇൻഫോർമർമാരായിട്ടും ഇവരുടെ സഹായികളായിട്ടും ഇവർക്ക് ആഹാരം വെച്ചു കൊടുക്കുന്നവരുമായിട്ടും ഒക്കെ ഇവർ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ആദിവാസി മേഖലയിൽ, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു ആദിവാസി ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണെന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും സമർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖലയാണ് കാടുകൾ, ചുറ്റും കാടുകൾ. കാശ്മീരിലെ പോലെ തന്നെ ആർക്കും കടന്ന് കയറാൻ കഴിയില്ല. ആരെങ്കിലും കടന്നു കയറിയാൽ അവരപ്പോൾ തന്നെ മരിച്ചു വീഴാൻ പാകത്തിലുള്ള മൈനുകൾ, കുഴിബോംബുകൾ വഴിനീളെ വച്ചിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് ഈ കുഴിബോംബ് പൊട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല, ആ ഒരു സ്ഥിതി. പിന്നെ പോലീസുകാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പട്ടാളക്കാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, CRPFകാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അവർക്ക് വിവരം നൽകാൻ, മരത്തിൻ്റെ മുകളിൽ നിന്ന് വരെ സന്ദേശം നൽകാൻ ഉള്ള ആദിവാസികൾ, അവരൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളാണ്, അവരുടെ പരമ്പരാഗതമായിട്ട് അവിടെ ജീവിക്കും. നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകളില്ല. കാരണം ഈ ആദിവാസി വിഭാഗങ്ങളെയും ദളിതരെയൊന്നും പരിഗണിക്കാൻ മുൻ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഈ മാവോയിസ്റ്റുകൾക്ക് ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 70 വർഷങ്ങളായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിൻ്റെ ഫലമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, 70 വർഷങ്ങളായിട്ട് അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്ത് ചെയ്യും, സൗകര്യത്തിന് പട്ടാളവും പോലീസും കൂടെ അങ്ങ് മാറാൻ, അവരെന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ, ആളെ കൊല്ലിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അവഗണനയാണ് ആ മേഖലയോട് കാണിച്ചത്. നക്സലൈറ്റുകളുള്ള മേഖലയെ അങ്ങോട്ടൊന്നും പോകണ്ട, തലവേദന ആണ്, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. മോദി സർക്കാർ അതല്ല, 2-3 തലങ്ങളിലായിട്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്തു. ആദിവാസികളെ അവിടുത്തത് എംപവർ ചെയ്തു. അതിനായിട്ട് ധാരാളം സ്കീമുകൾ അവർ കൊണ്ടുവന്നു. അവർക്ക് വേണ്ട സൗജന്യമായിട്ടുള്ള അരി, അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യോജനകളിൽ കൂടി ഉൾപ്പെടുത്തി. പിന്നെ അവർക്ക് വെള്ളം എത്തിക്കാൻ, അതുപോലെ തന്നെ വന ഉൽപ്പന്നങ്ങൾ അവർക്ക് അവകാശപ്പെട്ടതാക്കാൻ ഒക്കെ നിയമങ്ങൾ കൊണ്ടുവന്നു. വനാവകാശ നിയമം ഉൾപ്പെടെ എല്ലാം കൊണ്ടുവന്നിട്ട് അവരുടെ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനുള്ള ഏകലവ്യ സ്കൂളുകൾ, നമ്മളിതൊന്നും അറിയുന്നില്ല, ആദിവാസികളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഏകലവ്യ സ്കൂളുകൾ സ്ഥാപിച്ചു. അങ്ങനെ ചിട്ടപ്പെട്ട ഒരു ജീവിതം, ഒന്നുമില്ലാത്ത നിസ്വരായിട്ടുള്ള അവരുടെ ജീവിതം അവസാനിച്ചു. അപ്പോൾ നക്സലൈറ്റുകൾക്ക് വിധേയരായി തന്നെ മികച്ച റോഡുകൾ. കാരണം ഈ പോലീസിനും പട്ടാളത്തിനൊന്നും ഈ പ്രദേശത്തിലേക്ക് എത്താൻ പറ്റാത്ത ഇൻആക്സസിബിൾ എന്നാണ് ഇംഗ്ലീഷ് തന്നെ പറയുന്നത്. കടന്നു കയറാൻ പറ്റാത്ത മേഖലയായിരുന്നു ഈ കോറിഡോർ എന്ന് പറയുന്നത്. റെഡ് കോറിഡോർ എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് മുതൽ ഈ ഛത്തീസ്ഗഡ് വരെ വ്യാപിച്ച് കിടന്നിരുന്ന മേഖല അങ്ങനെയായിരുന്നു റെഡ് കോറിഡോർ. അങ്ങോട്ട് കയറിയാൽ ജീവൻ പോലീസുകാർക്കായാലും ഭയമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി നല്ല ഒന്നാം തരം റോഡുകൾ നിമിഷങ്ങൾക്കകം കുതിച്ചെത്താൻ കഴിയും. ഇൻ്റലിജൻസ് ഇൻപുട്ട്, ഇൻഫോർമേഷനൊക്കെ ഇപ്പോൾ ആദിവാസികളിൽ നിന്ന് തന്നെ കിട്ടിത്തുടങ്ങി. പട്ടാളക്കാരെയും അതുപോലെ തന്നെ രാഷ്ട്രത്തെയും അവർ വിശ്വസിച്ചു. അതുവരെ പറഞ്ഞുകൊണ്ട് ആദിവാസികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു, ഇവിടെ വമ്പിച്ച കനികളുണ്ട്, നിങ്ങൾക്കൊക്കെ കോടീശ്വരന്മാരാവാനുള്ള സ്വത്തുക്കൾ നിങ്ങളുടെ മണ്ണിലുണ്ട്,
അത് കേന്ദ്ര ഗവൺമെൻറ്റും മോഡിയും ചേർന്ന് ഊറ്റിക്കൊണ്ടുപോകുക. കുറേയൊക്കെ ശരിയുമാണ്. കേന്ദ്രം ഇന്ത്യക്ക് മുഴുവനാണത്, ഇവർക്ക് മാത്രമായിട്ടല്ല കിട്ടുന്നത്. അപ്പോൾ ആ അവകാശം നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങൾക്ക് ഞങ്ങൾ തരാം എന്നൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവരുടെ വിശ്വാസം ആർജിച്ചത്. കുറച്ചൊക്കെ ശരിയുണ്ടതിൽ. പക്ഷേ ഇതിൻ്റെ തന്നെ ആദായം എടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇവർക്ക് വേണ്ടിയുള്ള സ്കീം ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞതോടുകൂടി ഇവരുടെ പരിപ്രേക്ഷ്യം ഇക്കോസിസ്റ്റം കംപ്ലീറ്റ് അങ്ങ് മാറ്റി. അതാണ് ആദ്യം ചെയ്ത അടിസ്ഥാനപരം. കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്ത തെറ്റുകളെല്ലാം മോദി ഗവൺമെൻറ് തിരുത്തി. ഇപ്പോൾ വിശ്വാസമായി പലരും അങ്ങനെ കീഴടങ്ങി. ഇവിടെ മാത്രമല്ല, കർണാടകത്തിൽ മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ കുറച്ച് നാൾ മുമ്പ് പിടികൂടുന്നൊരു സാഹചര്യമുണ്ട്. മഹാരാഷ്ട്രയിൽ കീഴടങ്ങി. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ ഓഫറിനെ തുടർന്ന് പലരും വന്ന് കീഴടങ്ങി. അവരിപ്പോൾ സാധാരണ ജീവിതം നയിക്കുന്നു, ഗവൺമെൻറ് സഹായം കൊടുക്കുന്നു. 25 എന്തായിരിക്കും ഈ തെറ്റായ ആശയത്തിലേക്ക് ഇത്തരം യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ പോകുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയതും അങ്ങനെ തന്നെയല്ലേ? അവരെ വിശ്വസിച്ചുകൊണ്ടല്ലേ പോയത്? സമത്വ സുന്ദരമായിട്ടുള്ള സോഷ്യലിസ്റ്റ് മഞ്ജു മനോഹർ ചൈനയാക്കി തരാം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എവിടെയായി? ഒരിക്കലും ആകാൻ പോകുന്നില്ല ആ രീതികളിലൊന്നും. ഇന്ത്യ നേതാക്കൾക്ക് പരിവർത്തപ്പെടുത്താൻ കഴിഞ്ഞ സമത്വം വന്നിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. നേതാക്കൾക്ക് സമത്വമുണ്ടല്ലോ കേരളത്തിൽ ഉൾപ്പെടെ. പാർട്ടിക്കും സമത്വം. പാർട്ടിയിലെ നേതാക്കളെല്ലാം കുടവയറും കുമ്പയും കുടവയറും ഇന്നോവ കാറും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും കോഴി ബിരിയാണിയുമായിട്ട് കഴിയുന്നു. അപ്പോൾ പരിപ്പുവടയും കട്ടനും കഴിച്ച് ഊണ് പോലും കഴിക്കാതിരുന്ന ആൾക്കാരെയാണ് ഇങ്ങനെ സുന്ദരമായ വാഗ്ദാനങ്ങളും സ്വപ്നങ്ങളും നൽകി അവർ വഞ്ചിച്ചത്. അല്ലെങ്കിൽ ഇത്ര വർഷം കഴിച്ചിട്ട് അതിന് മറുപടി പറയണ്ടേ? എവിടെ നിങ്ങളുടെ ജനകീയ ജനാധിപത്യ വിപ്ലവം? ആളെ പറ്റിക്കലുണ്ടായിരുന്നു അത്. എത്ര ജീവനുകളാണ് പൊരിഞ്ഞു പോയത്? ഞാനും അങ്ങനെ തന്നെയായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ. സമത്വ സുന്ദരമായൊരു ലോകം, പാവങ്ങളുടെ കണ്ണീര് കാണാതെ എനിക്ക് ജീവിക്കാം എന്ന് വിചാരിച്ചത്. എന്നെ വഞ്ചിക്കുകയായിരുന്നു, എന്നെ ഉൾപ്പെടെ. ഇനി അത് നടക്കാൻ പോകാത്ത ഒന്നാണ്, ഒരിക്കലും നടക്കാത്ത സ്വപ്നമെന്ന് മനസ്സിലാക്കിയതിൽ നിന്നാണ് ഈ പറ്റിക്കൽ ഇനിയെങ്കിലും അവസാനിക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ നക്സലൈറ്റുകളുടെ ഈ പറ്റിക്കൽ ഇതാണ് രണ്ടാമത് നടന്നത്. മറ്റൊരു സായുധ വിപ്ലവമൊക്കെ ഉപേക്ഷിച്ചു, കൽക്കട്ട തീസിസൊക്കെ. അതോടൊപ്പം തന്നെ ഈ ഇത്തരം ആദിവാസി മേഖലയിൽ അവർ ശക്തിപ്പെടുകയാണെങ്കിൽ അവിടെയുള്ള പൂർണ്ണ അധികാരം ഈ മാവോയിസ്റ്റുകൾ നേടുകയും ഇവർക്കെതിരെ പറയുന്ന സാധാരണക്കാരായ ആദിവാസികളെയും ദളിതനെയും വെടിവെച്ച് കൊല്ലുന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏകാധിപത്യമല്ലേ പിന്നെ? ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത തോക്കുകൊണ്ടുള്ള ഭരണമല്ലേ നടക്കുന്നത്? തോക്കുകളല്ലേ പിന്നെ കഥകൾ പറയുന്നത്? നമ്മൾ ഒരു വിവരം പോലും പുറം ലോകത്തിന് കിട്ടില്ലല്ലോ, ഇരുമ്പ് മറയിലായിരിക്കും അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കാനുള്ള സമ്പത്ത് മോദി അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അത് ജീവിക്കാനുള്ള സാഹചര്യം അത്രയേ ഉള്ളൂ. അടിസ്ഥാന സാഹചര്യം, വെള്ളം, നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ട റോട്ടി കാപ്പട അവർ മക്കാൻ, അതിനുള്ള സൗകര്യങ്ങൾ, പിന്നെ പഠിക്കാൻ, അടുത്ത തലമുറയ്ക്ക് ജീവിക്കാനുള്ള പഠനം, ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ മെച്ചപ്പെട്ടൊരു സ്ഥിതിയിലാണ് അവിടെ ഉള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു കണക്കുണ്ടായിരുന്നു, ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഏറ്റുമുട്ടലിൽ സൈനികർ കൊല്ലപ്പെടാറുണ്ടല്ലോ, അതിനേക്കാൾ ഇരട്ടിയോളമാണ് ഈ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഇത്തരം മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. നമുക്ക് തന്നെ അറിയാം, നിരന്തരം ഈ കുഴിബോംബ് സ്ഫോടനത്തിലും വെടിവെപ്പിലും എല്ലാം നൂറുകണക്കിന് സൈനികരാണല്ലോ കൊല്ലപ്പെടുന്നത്. നല്ല അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനുള്ള നല്ലൊരു പോളിസിയാണ് അവർ ശ്രമിച്ചത്. കാരണം പട്ടാളക്കാരുടെ കാര്യം കഷ്ടമുണ്ട്. അവർ കമാൻഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പട്ടാളക്കാരെന്ന് പറയുന്നത് CRPF. അപ്പോൾ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സാണ്, പോലീസാണ് വാസ്തവത്തിൽ. പട്ടാളം നമ്മൾ പറയുമ്പോഴും പോലീസിൻ്റെ ഒരു വിഭാഗമാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പട്ടാളക്കാരെന്നും പറയാം, കുഴപ്പമില്ല. പക്ഷേ അവരുടെ ജീവൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു. അപ്പം ജീവൻ വെടിയാനും തയ്യാറായിട്ട് ആൾക്കാർ, തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി മോശമാവില്ലല്ലോ, ഇരുളടയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവരും വന്നു. ഈ ആവേശങ്ങളെല്ലാം കൂടെ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദിവാസികളുടെ ജീവിതം മെച്ചപ്പെട്ടു, പട്ടാളക്കാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു, അതുപോലെ തന്നെ ഈ മറ്റൊരു തരത്തിലുള്ള സമ്മർദ്ദം കൂടെ ഉണ്ടായി. വെറുതെ നോക്കിയിരിക്കുകയില്ല, നിങ്ങൾ അക്രമം നടത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പട്ടാളത്തിനൊരു വാശി വന്നു, മോട്ടിവേഷൻ കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഹരമാണിപ്പോൾ കണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലേക്കുള്ള ചുവടുവെപ്പാണ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 2027 പോകുമ്പോൾ സീറോ നെക്സലൈറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ട് ഇതിൻ്റെ മാറുക എന്നുള്ളതാണ്. അതിപ്പോൾ കാശ്മീരിൽ 0 ടെററിസ്റ്റായിട്ടുണ്ട് ഏകദേശം, അതുപോലെ 0 നെക്സലൈറ്റുകളുള്ളൂ. 1-2 എണ്ണം എപ്പോഴും കാണും, പക്ഷേ അത് അപകടകരമായ നിലയിലായിരിക്കില്ല. കൺട്രോളബിൾ സ്പീഡെന്ന് നമ്മൾ പറയുന്ന പോലെ കൺട്രോളബിൾ സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത്, ഛത്തീസ്ഗഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ഭരണം തീർച്ചയായിട്ടും വരുവാണെങ്കിൽ അത് BJPക്ക് അനുകൂലം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു വിധമായിട്ടുള്ള സംശയങ്ങളും ബാക്കി വയ്ക്കേണ്ടതില്ല. ആ തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇതൊരിക്കലും കഴിഞ്ഞിട്ടില്ലാത്ത കാര്യം. 8 പേരെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ
അടുത്ത നിമിഷം തന്നെ 8 പേരെ തിരിച്ചടിക്കുന്ന ശക്തി അവർക്കുണ്ടായിരുന്നു. ആ ശക്തിക്കിപ്പോൾ തീർച്ചയായിട്ടും മങ്ങൽ സംഭവിച്ചിരിക്കുന്നു, ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.